വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കർത്താവിനോട് നന്ദി പറയാനുള്ള ഒരു എപ്പിസോഡാണ്. ഇന്ന് ബ്രദർ ഡാമിൻ നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് അതാണ്, വാട്ട് ഈസ് താങ്ക്സ് ഗിവിംഗ്. നന്ദി പറയുന്നതിൻ്റെ ആ അർത്ഥം എന്താണ്, വാട്ട് ഈസ് താങ്ക്സ് ഗിവിംഗ്. സോ അതിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കാൻ പോകുന്നത്. ബട്ട് അതിനു മുമ്പ് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എത്ര റെഡിയാണ് സ്പോൺസേഴ്സിനെ അനുഗ്രഹിക്കാൻ വേണ്ടി? കാരണം അവരിലൂടെയാണ് ഒത്തിരി പേർക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ അവരുടെ ലൈഫിലും ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്കൊരു കോൾ സ്പോൺസറാണ് ഉള്ളത്, സിസ്റ്റർ വിജയലക്ഷ്മി ഫ്രം മൂന്നാർ. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് സിസ്റ്ററും ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് അനുഗ്രഹം കുടുംബത്തിന്റെ മേലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ ശ്രീധറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ബിടെക് എക്സാം നല്ല രീതിയിൽ എഴുതുവാനും കർത്താവ് അത് പാസ്സാകുവാനും നല്ല മാർക്സ് ലഭിക്കുവാനും പ്രാർത്ഥിക്കുന്നു. മകനെ അനുഗ്രഹിക്കുന്നു. മകന്റെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്ലാനുകൾ, പദ്ധതികൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. ഇതുപോലെ നിങ്ങൾക്കും എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ നമുക്ക് ഈ മാസം അവസാനം നമ്മുടെ ഹോളി സ്പിരിറ്റ് സിനഡ് നടക്കുകയാണ്. നമുക്ക് ജാനുവരി 24 മുതൽ 26 വരെയുള്ള 3 ദിനങ്ങളിലാണ് ഹോളി സ്പിരിറ്റ് സിനഡ് നടക്കുന്നത്. നമ്മുടെ ആനുവൽ ചർച്ച് കോൺഫറൻസ് ആണ് ഹോളി സ്പിരിറ്റ് സിനഡ്. ഇതിൽ അതിശക്തമായ ദേവദാസന്മാർ, ഇൻക്ലൂഡിങ് ബിഷപ്പ് സാമുവൽ പട്ട ഫ്രം ഹൈദരാബാദ്, അപ്പോൾ തന്നെ നമ്മുടെ എൻറ്റയർ മിനിസ്ട്രി ടീം, ബ്രദർ ഡാമിയൻ, സിസ്റ്റർ ഷെമ ഡാമിയൻ, അപ്പോൾ തന്നെ എമീൻ, പാസ്റ്റർ സ്റ്റാൻലി, ഇവരെല്ലാം ശുശ്രൂഷിക്കുന്നതാണ്. സോ ഇതിലേക്ക് എല്ലാവരെയും സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കും. അതിലേക്ക് നിങ്ങൾ കുടുംബമായി വരിക. എനിക്കറിയാം എല്ലാ ഹോളി സ്പിരിറ്റ് സിനഡിനും ഒത്തിരി പേർ, ലോകമെമ്പാടുമുള്ള ഒത്തിരി പേർ വന്ന് അറ്റൻഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ചർച്ചിൻ്റെ അടുത്തുള്ള ഹോട്ടലുകളിലൊക്കെ അവർ ബുക്ക് ചെയ്യും, ലോഡ്ജുകളിലൊക്കെ അവർ ബുക്ക് ചെയ്യും, അങ്ങനെ താമസിക്കും. നിങ്ങൾക്കും പ്ലാൻ ചെയ്ത് വരാം. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വി ആർ റെഡി ടു ഹെൽപ്പ് യു, ബട്ട് വി വോണ്ട് ടു സീ യു. നിങ്ങൾ ഇവിടെ നേരിട്ട് വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതുവരെ ബ്ലെസ്സിംഗ് ടുഡേയിൽ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ഹോളി സ്പിരിറ്റ് സിനഡിൽ നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യുക. അതൊരു അനുഗ്രഹമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ആഴ്ചയിലെ കഴിഞ്ഞ ആഴ്ച മുതൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൗ ടു വർഷിപ്പ് ഗോഡ്. ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്. എത്ര പേർക്ക് ഇത് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഇതെനിക്ക് പ്രയോജനമാണ് എന്നൊന്ന് ടൈപ്പ് ചെയ്തിടാമോ? മാത്രമല്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയാണെങ്കിൽ അതും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പോയി ടൈപ്പ് ചെയ്ത് ഐ വാണ്ട് ടു നോ മോർ എബൌട്ട് വർഷിപ്പ്. ആരാധനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, കൂടുതൽ പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ എത്രത്തോളം ദാഹമുള്ളവരാണ്, അതനുസരിച്ചായിരിക്കും കർത്താവ് വിളമ്പിത്തരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഒത്തിരി ആഗ്രഹമുള്ളവർ ഇതിൻ്റെ പ്രേക്ഷകരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് കർത്താവ് ആഴങ്ങളിലേക്കും വിശാലമായും കൂടുതലും ഒക്കെ ക്വാളിറ്റിയിൽ വിളമ്പിത്തരാൻ സാധ്യതയുണ്ട്. ഞാൻ കർത്താവെന്ന് പ്രാപിക്കുന്നതാണ് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നത്. ഇന്നലെ ഞാൻ പ്രത്യേകിച്ചൊരു കൂട്ടിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. സ്വർഗത്തിൽ പല ലെവലിലുള്ള ക്വയറുകളുണ്ട്. ചില ക്വയർ 4 മെമ്പേഴ്സേ ഉള്ളൂ. ഉദാഹരണത്തിന് സെറഫിം അല്ലെങ്കിൽ 4 ജീവികൾ, വെറും 4 പേരെ ആ ക്വയറിലുള്ളൂ. ചിലതിൽ 24 പേരുണ്ട്. 24 മെമ്പർ ക്വയർ ആണ് രണ്ടാമത്തെ ക്വയർ, 24 എൽഡേഴ്സ്. എന്നാൽ ഏഞ്ചലിക് ക്വയർ തന്നെ ഒത്തിരി ലെവലിലുണ്ടതിൽ എണ്ണിക്കൂടാനാവാത്ത മിറിയഡ്സ് ഓഫ് ഏഞ്ചൽസ് ഒരുമിച്ച് നിന്ന് ഇങ്ങനെ കോറസ് പാടുകയൊക്കെ ചെയ്യുന്ന ലെവലുള്ള അതിലേതൊരു യൂണിറ്റാണ് യേശു ബത്ലഹേമിൽ ജനിച്ചപ്പോൾ താഴേക്ക് ഇറങ്ങി വന്ന ആട്ടിടയന്മാരുടെ മുമ്പിൽ വെച്ച് ജോയ് ടു ദ വേൾഡ് പോലെയൊക്കെ പാടിയത്. അപ്പോൾ അങ്ങനെ പല ലെയറിലും
പല ലെവലിലും പല മാഗ്നിറ്റ്യൂഡിലുമുള്ള കൊയറുകളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇവരൊക്കെ ഇങ്ങനെ നൂറ്റാണ്ടുകളും യുഗങ്ങളുമായി അവരുടെ ലിറിക്സ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ, അവർക്കറിയാവുന്ന അറിവിൽ നിന്ന് അവർ പലതും പാടിക്കൊണ്ടിരിക്കുമ്പോൾ, പെട്ടെന്ന് ഒരു എണ്ണിക്കൂടാനാവാത്ത അത്രയും പുരുഷാരം വെള്ള ഗൗൺ ഇട്ടുകൊണ്ട്, നിലയങ്കി ഇട്ടുകൊണ്ട് വന്നിട്ടൊരു പാട്ട് പാടി. അവർ പാടിയ പാട്ടാണ് രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായൊരു പാട്ടങ്ങ് പാടി. ആ പാട്ട് പാടിയപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും അവരെ നോക്കി, വാട്ട് ഈസ് ദിസ്, ഹു ആർ ദേ? ഞങ്ങൾ ഇത്രയും യുഗങ്ങൾ പാടിയിട്ട് പാടാത്ത ഒരു ലിറിക്സ്, പുതിയൊരു പാട്ടും ആണ് ഇവർ പാടുന്നത്. ഇവരെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടുമില്ല. ഇവരാരാ? അപ്പോഴാണ് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. ഭൂമിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് കുഞ്ഞാട് സൗജന്യമായി തൻ്റെ ചോര കൊടുത്ത് സമ്പാദിച്ച്, ജീവൻ നൽകി സമ്പാദിച്ച രക്ഷ സ്വീകരിച്ച് ഭൂമിയിൽ വലിയ കഷ്ടതകളിൽ ജീവിച്ച് കയറി വന്നിരിക്കുന്ന ഒരു സംഘം കൊയറാണിവർ. ദേ ആർ ഡിഫറെൻറ്റ്. അവർക്ക് മാത്രമേ അനുഭവങ്ങളിൽ നിന്നും സാക്ഷ്യത്തിൽ നിന്നും സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്നും പാടാൻ കഴിയൂ. അവരുടെ പാട്ടാണ് രക്ഷയെക്കുറിച്ചുള്ള പാട്ട്. ദാറ്റ് വാസ് എ സാൽവേഷൻ സോങ് ഓഫ് സാൽവേഷൻ. അപ്പോൾ 24 എല്ലാവരും 24-34 ഒരാൾ തന്നെ ഇവരാരാ. ഞാൻ വിശ്വസിക്കുന്നു നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ സ്വർഗത്തിലുള്ളവർക്ക് പോലും വലിയ ആശ്ചര്യമായിരിക്കും നമ്മളെല്ലാവരും കൂടെ പാട്ട് പാടുമ്പോൾ. മിക്കവാറും ദൂതന്മാരൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ പാട്ട് കേൾക്കും. അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാട്ടുപുസ്തകത്തിൽ നിന്ന് ചുമ്മാ പാടുന്നതും ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ എന്നൊരു കാറ്റഗറി ഉണ്ട്. അത് ഓരോ വർഷവും ക്രിസ്മസിനും ഈസ്റ്ററിനും ദുഃഖവെള്ളിയാഴ്ചയും ഓരോ സീസണുകൾക്ക് വേണ്ടിയും അല്ലാതെയും പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ ഒത്തിരി പേര് പല ഭാഷകളിൽ ഇറക്കാറുണ്ട്. എൻ്റെ വ്യൂസ് കിട്ടുക അങ്ങനെയൊക്കെയുള്ള. പക്ഷേ അനുഭവങ്ങളിൽ നിന്ന് പാടുന്ന അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്ന് ജനിച്ച പാട്ടുകൾക്ക് ഭയങ്കരമായ ജീവനുണ്ട്. അത് ജനങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചുമ്മാ നമ്മുടെ അറിവിൽ നിന്ന് പാടുന്നതും ഏറ്റുപാടുന്നതും സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പാടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തുടർന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം മൊത്തം നോക്കിയാൽ 24 മൂപ്പന്മാർ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ 15 മുതൽ 18 വരെ വീണ്ടും പാടുന്നുണ്ട്. അവരുടെ പാട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ കൊയർ 6 എതിർ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ആൻറ്റൈ ക്രൈസ്റ്റിനെ അതിജീവിച്ച് വന്നവരുടെ ഒരു പാട്ട് 15-ാം അധ്യായത്തിൽ 2 മുതൽ 4 വരെ കാണുന്നുണ്ട്. ഞാനതിലേക്ക് പോകുന്നില്ല. അതിനുശേഷം അവരുടെ പാട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു വലിയ പുരുഷാരത്തിൻ്റെ വേറൊരു സെറ്റിങ്ങിലൊരു പാട്ട് കൊയർ 7 19-ാം അധ്യായത്തിൽ 1 മുതൽ 17 വരെ 1 മുതൽ 7 വരെയുള്ള ഭാഗത്ത് കുഞ്ഞാടിൻ്റെ കല്യാണം, ദ വെഡ്ഡിങ് ഓഫ് ദ ലാംബ് നടക്കുമ്പോൾ ഉള്ളൊരു പാട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇതുപോലെ പല പല സെറ്റിങ്സിലൊക്കെ പല പാട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. ഞാനിന്ന് ഇതൊക്കെ ഒരു മുഖവുരയായി പറഞ്ഞെങ്കിലും ശരിയായി ദ 3 കോമ്പണൻസ് ഓഫ് ഓണറിങ് ഗോഡ്, ദൈവത്തെ ആരാധിക്കുന്നതിൽ അടക്കം ചെയ്തിട്ടുള്ള ഭൂമിയിലായിരിക്കുന്ന നമ്മൾ ദൈവത്തെ ഓണർ ചെയ്യാൻ, ബഹുമാനിക്കാൻ വേണ്ടി 3 സെറ്റിങ്ങിൽ പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിലൊന്ന് എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാം. താങ്ക്സ് ഗിവിങ്, നമ്പർ 2 പ്രൈസ്, നമ്പർ 3 വർഷിപ്പ്. താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞാൽ സ്തോത്രാർപ്പണം, നന്ദി അർപ്പണം. അതുപോലെ പ്രൈസ്, സ്തുതികൾ. പിന്നെയാണ് വർഷിപ്പ്, ആരാധന. ഇത് 3. താങ്ക്സ് ഗിവിങ്, പ്രൈസ്, വർഷിപ്പ്. നമ്മളെല്ലാം കൂടി ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. എന്താണ് ഏതാണെന്നൊന്നും പലപ്പോഴും ചിന്തിക്കാറില്ല. പക്ഷെ അതേക്കുറിച്ച് അല്പം വ്യക്തമായി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടി ചെയ്യുന്നു? നമ്മുടെ വർഷിപ്പ് ലൈഫ്, ദൈവത്തെ നമ്മൾ ഓണർ ചെയ്യുന്നതിന് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി. ആദ്യം തന്നെ നമുക്ക് താങ്ക്സ് ഗിവിങ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് താങ്ക്സ് ഗിവിങ്? വി ഓഫർ താങ്ക്സ് ഗിവിങ് ഫോർ വാട്ട് ഗോഡ് ഗിവ്സ് അസ്. ദൈവം നമുക്ക് ചിലത് തരുമ്പോൾ, ദൈവത്തിൽ നാം പലതും പ്രാപിക്കുമ്പോൾ
അതിൻ്റെ നന്ദിയായി ദൈവത്തിന് കൊടുക്കുന്നതാണ് താങ്ക്സ് ഗിവിങ്. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ പറയാം ദൈവത്തോട്, താങ്ക് യു ഗാഡ് ഫോർ മൈ ലൈഫ് ബ്രത്ത്. ദൈവമേ, എനിക്ക് തന്ന ജീവിതത്തിനായി നന്ദി, ജീവനായി നന്ദി. ആൻഡ് ദ ബ്രത്ത് ഓഫ് ലൈഫ്, ജീവശ്വാസത്തിനായി നന്ദി. താങ്ക് യു ലോർഡ് ഫോർ ദ ഫുഡ്. കർത്താവ്, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിനായി നന്ദി. താങ്ക് യു ഗോഡ് ഫോർ ദി ഡ്രസ് ദാറ്റ് ഐ എം വെയറിങ്. ഞാനിപ്പോൾ ഇടുന്ന വസ്ത്രത്തിനായി നന്ദി. ഒത്തിരി പേർക്ക് വസ്ത്രമില്ല. ദൈവമേ, നീ എനിക്ക് വസ്ത്രം തന്നതിനായി നന്ദി. താങ്ക് യു ലോർഡ് ഫോർ ഓൾ ദ പ്രൊവിഷൻസ്. ജീവിതത്തിൽ എനിക്ക് അങ്ങ് നൽകുന്ന കാര്യാദികൾക്കായി നന്ദി. താങ്ക് യു ലോർഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ, സംരക്ഷണത്തിനായി നന്ദി. ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തിൽ നിന്നും നമ്മൾ പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾ, അനുഭവങ്ങൾ സകലത്തിനുമായുള്ള നന്ദി അർപ്പണമാണ് താങ്ക്സ് ഗിവിങ്. വാട്ട് ഈസ് പ്രൈസ്? എന്താണ് സ്തുതികൾ? വി പ്രൈസ് ഗോഡ് ഫോർ വാട്ട് ഹി ഈസ്. ദൈവത്തെ നമ്മൾ എന്തിനാണ് സ്തുതിക്കുന്നത്? അവൻ എന്താകുന്നുവോ അതോർത്തിട്ട്. ബിക്കോസ് ഹി ഈസ് ഗ്രേറ്റ്. ദൈവം മഹാനാണ്, മഹത്വമുള്ളവനാണ്. ഹി ഈസ് ഓസം, അതിശയവാനാണ്. ഹി ഈസ് ഗ്ലോറിയസ്, അവൻ മഹത്വവാനാണ്. വി പ്രൈസ് ഹിം ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേറ്റ്നെസ്. താങ്ക്സ് ഗിവിങ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് ഗുഡ്നെസ്. ദൈവം നല്ലവനായതുകൊണ്ട്, നല്ലവനായ ദൈവത്തിൽ നിന്ന് നമ്മളെല്ലാം പ്രാപിക്കുന്നത് കൊണ്ട്, അവൻ്റെ നന്മയെ ഓർത്താണ് നാം അവൻ നന്ദി അർപ്പിക്കുന്നത്. എല്ലാവരും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഈ പോയിന്റുകളൊക്കെ ടൈപ്പ് ചെയ്തിടണം. ദൈവത്തിൻ്റെ നന്മയെ ഓർത്ത് നാം നന്ദി അർപ്പിക്കുന്നു. വി താങ്ക് ഗോഡ് ബിക്കോസ് ഓഫ് ഹിസ് ഗുഡ്നെസ്. ബട്ട് വി പ്രൈസ് ഗോഡ് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേറ്റ്നെസ്. അവൻ മഹാനായതുകൊണ്ട്, മഹത്വമുള്ളവനായതുകൊണ്ട്, വലിയവനായതുകൊണ്ട് നാം അവനെ സ്തുതിക്കുന്നു. ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേറ്റ്നെസ്. ദൈവം വലിയവൻ, ശക്തൻ, സർവശക്തൻ. ആ ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ടാണ്, ഗ്രേറ്റ്നെസ് കണ്ടിട്ടാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പോൾ സ്തുതി അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ, താങ്ക് യു ലോർഡ് ഫോർ ദിസ് വാട്ടർ. നമ്മൾ കുടിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയും. അത് നന്ദിയാണ്, താങ്ക്സ് ഗിവിങ്. അപ്പോൾ എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള അവൻ്റെ മഹത്വം നമ്മൾ അറിയുമ്പോൾ നമ്മളതിനെ പ്രൈസ് ചെയ്യും. വി പ്രൈസ് ഹിം ഫോർ ഹിസ് ഗ്രേറ്റ്നെസ്. അടുത്തത് വർഷിപ്പ്, ആരാധന. വാട്ട് ഈസ് വർഷിപ്പ്? വി വർഷിപ്പ് ഗാഡ് ഫോർ ഹൂ ഹി ഈസ്. അവൻ ആരാണ് എന്ന് മനസ്സിലാക്കി. മറ്റേത് വലിപ്പമാണ്. അവൻ ആരാണ്, അവൻ്റെ എസൻസ് മനസ്സിലാക്കിയിട്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഹിസ് ഹോളിനെസ്. വർഷിപ്പ് ഈസ് കണക്റ്റഡ് ടു ഹിസ് ഹോളിനെസ്. അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടി പറയാം. നോക്കൂ, താങ്ക്സ് ഗിവിങ് ഈസ് കണക്റ്റഡ് ടു ഹിസ് ഗുഡ്നെസ്. പ്രൈസ് ഈസ് കണക്റ്റഡ് ടു ഹിസ് ഗ്രേറ്റ്നെസ്. അടുത്തത് വർഷിപ്പ് ഈസ് കണക്റ്റഡ് ടു ഹിസ് ഹോളിനെസ്. വെരി സിമ്പിൾ. ഈ മൂന്ന് കോമ്പോണൻസ്, അതായത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള മൂന്ന് കോമ്പോണൻസ് ഇതെല്ലാമാണ്. മൂന്ന് ഘടകങ്ങളാണുള്ളത്. അതിൽ ഓരോന്നും നമ്മളൊന്ന് മനസ്സിലാക്കി നമ്മൾ ഇരുന്നാൽ കൃത്യമായി മനസ്സിലാക്കി എന്തിന് ദൈവത്തിന് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പ്ലീസ്, നിങ്ങൾ ഇന്ന് വരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചിലർ കാണും, പക്ഷേ സബ്സ്ക്രിപ്ഷൻ ഇല്ല. അതുമാത്രമല്ല, ഓരോ മോർണിംഗ് ഗ്ലോറിക്ക് ശേഷം ഒരു ലൈക്ക് കൊടുത്താൽ ഇതിനെ യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്ത് കൂടുതൽ പേരിലേക്ക് എത്തിക്കും. എനിക്കല്ല ലൈക്ക്, യേശുവിനാണ്. ഇത് കൂടുതൽ പേരിലേക്ക് എത്തി. ഈ ആരാധന എല്ലാവരും മനസ്സിലാക്കണ്ടേ. ഒത്തിരി പേർ ചുമ്മാ ഞായറാഴ്ചകളിൽ വന്നു പോകുന്നു, വെള്ളിയാഴ്ചകളിൽ വന്നു പോകുന്നു, ബുധനാഴ്ചകളിൽ വന്നു പോകുന്നു, ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, ആരാധന കാണുന്നു, ആരാധന കേൾക്കുന്നു. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഇത് ആരാധിക്കണ്ടേ? അതിനുവേണ്ടി ആദ്യമായി നമുക്ക്
താങ്ക്സ് ഗിവിങ് എന്താണെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഞാൻ പറഞ്ഞല്ലോ, താങ്ക്സ് ഗിവിങ് ഈസ് റിലേറ്റഡ് ടു ഗോഡ്സ് വാട്ട്? ഗുഡ്നെസ്. അവൻ നല്ലവനാണ്, അവൻ നല്ലവനാണ്, അവൻ നല്ലവനാണ്. അപ്പോൾ നമ്മൾ 100-ാം സങ്കീർത്തനം 4-ാമത്തെ വചനം ഒന്ന് നോക്കണം. Psalm 100:4. Enter his gates with thanksgiving and his courts with praise. Give thanks to him and praise his name. ഇവിടെ താങ്ക്സ് ഗിവിങ്ങും പ്രൈസും ഒരുമിച്ച് വന്നിട്ടുണ്ട്. Enter his gates with thanksgiving and his courts with praise. ഞാനൊന്നെടുത്തോട്ടെ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. ശുദ്ധ മലയാളം പറയുവാണെങ്കിൽ എൻ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ്. നന്ദിയോടെ വരാനാണ്. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ പ്രത്യേകിച്ച് മരുഭൂമിയിലൊക്കെ ആണെങ്കിലും അവർക്ക് ടെൻ്റായിരുന്നല്ലോ, സമാഗമന കൂടാരമായിരുന്നു. അപ്പോൾ ടെൻ്റടിച്ച് കഴിയുമ്പോൾ അതിന് ചുറ്റും ഒരു പ്രത്യേക ഒരു മതിൽ പോലെ ഫെൻസിങ് ഉണ്ട്. അതിൻ്റെ എൻട്രൻസിലേക്ക് വരുമ്പോൾ തന്നെ അന്നത്തെ കാലത്ത് ഇസ്രായേലി പെൺകുട്ടികൾ തപ്പും കിന്നരവും അതും ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ ആ എൻട്രൻസിലേക്ക് വരുമ്പോൾ തന്നെ അകത്ത് കയറിയിട്ടല്ല, ഗേറ്റിൻ്റെ അവിടെ വരുമ്പോൾ തന്നെ പാട്ട് തുടങ്ങുകയാണ്. മെയിൻലി ഇറ്റ് ഈസ് താങ്ക്സ് ഗിവിങ്. കർത്താവേ, ദൈവമേ, യഹോവയായ ദൈവമേ, ഈ ഗേറ്റ് വരെ കൊണ്ടുവന്നല്ലോ, അതിനുള്ള ജീവൻ തന്നല്ലോ, പ്രാണൻ തന്നല്ലോ, ജീവശ്വാസം നിലനിർത്തിയല്ലോ. മാത്രമല്ല എന്തെല്ലാം അനുഗ്രഹങ്ങൾ നിന്നിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കയറുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് എൻ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ് ആൻഡ് ഹിസ് കോർട്ട്സ് വിത്ത് പ്രൈസ്. ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് ഈസ് താങ്ക്സ് ഗിവിങ് ദാറ്റ് ഓപ്പൺസ് ദ എൻട്രൻസ്, ഓപ്പൺസ് ദ ഗേറ്റ്. ഇങ്ങനെ ഇതിൻ്റെ പറയേണ്ടത്, നമ്മൾ നന്ദി അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ when we approach God with an attitude of gratitude, that will open the realms. ആത്മതലങ്ങൾ നമുക്ക് തുറക്കപ്പെടുന്നത് നന്ദിയോടെ അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ. ആൻഡ് ഇത് കൃത്യമായൊരു സീക്വൻസിലാണെങ്കിൽ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ആരാധിക്കാൻ പോകുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം? നന്ദി പറയണം. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഇത് നമ്മുടെ സോളിൽ നിന്നും സ്പിരിറ്റിൽ നിന്നും നമ്മുടെ ടോട്ടൽ ബീയിങ്ങിൽ നിന്ന് ആ ഗ്രാറ്റിറ്റ്യൂഡ് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഇറ്റ് വിൽ ചേഞ്ച് ദി അറ്റ്മോസ്ഫിയർ. റെലംസ് തുറക്കപ്പെടും. Psalm 50:14, 50-ാം സങ്കീർത്തനം 14, ഓഫർ ടു ഗോഡ് താങ്ക്സ്ഗിവിങ് and pay your vows to the Most High. Offer to God thanksgiving. ദൈവത്തിന് നന്ദി അർപ്പിക്കുവിൻ, നന്ദി അർപ്പിക്കുവിൻ, നന്ദി അർപ്പിക്കുവിൻ. വാവ്. കഴിഞ്ഞ ദിവസം നമുക്ക് താങ്ക്സ് ഗിവിങ് സൺഡേ ഉണ്ടായിരുന്നു. അന്ന് പ്രത്യേകിച്ച് ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ്, കഴിഞ്ഞൊരു വർഷം ദൈവം ചെയ്ത് എല്ലാം ഓർമ്മയില്ല, അപ്പം തന്നെ ഡിലീറ്റായിപ്പോയി. അതുകൊണ്ടാണ് എന്മനമേ അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് 103-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. ഫോർഗെറ്റ് നോട്ട് ഹിസ് ബെനഫിറ്റ്സ്. അത് ലിസ്റ്റ് ചെയ്ത് വരാൻ പറഞ്ഞു. ആ ലിസ്റ്റ് എടുത്ത് വെച്ച് അങ്ങ് ദൈവത്തിന് നന്ദി പറയാം. അപ്പോഴാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകാൻ, പ്രൈസ് ലെവലിലേക്ക് പോകാൻ നമ്മൾ ക്വാളിഫൈഡ് ആവുകയുള്ളൂ. ടെക്നിക്കലി 1 Corinthians 14:15 I will sing with the spirit and I will also sing with understanding. Understanding is in the mind. അപ്പം നമ്മളുടെ ലെവലുകൾ പലതാണ്. നന്ദിയോടുകൂടെ ചെന്ന് കഴിയുമ്പോൾ അടുത്ത മെൻ്റൽ ലെവലിലേക്ക്, പിന്നെ സ്പിരിറ്റ് ലെവലിലേക്ക്. നമുക്ക് 3 ലെവലുകളാണുള്ളത്. ഫിസിക്കൽ റലം, ദെൻ മെൻ്റൽ റലം ആൻഡ് സ്പിരിച്വൽ റലം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഫിസിക്കൽ റലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി, ഫിസിക്കൽ റലം, ബ്രെയിനൊക്കെ അതിലായിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കാണ് എന്ത്? മെൻ്റൽ റലം, സോളിക്കൽ റലം, പിന്നെ സ്പിരിച്വൽ റലം. അപ്പോൾ നന്ദിയിൽ ആരംഭിച്ച് സ്തുതിയിലൂടെ ആരാധനയിൽ എത്തിച്ചേരുക. എല്ലാവരും ഒന്ന് പറഞ്ഞേ, നന്ദിയിൽ ആരംഭിച്ച് സ്തുതിയിലൂടെ ആരാധനയിൽ എത്തിച്ചേരുക. ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് പ്ലീസ്. സ്റ്റാർട്ട് വിത്ത് താങ്ക്സ് ഗിവിങ്, ഗോ ത്രൂ പ്രൈസ് and reach or land in worship. ഇതാണ് അതിൻ്റെ ലെവലുകൾ.
വചനം വെച്ച് നോക്കുമ്പോഴെല്ലാം. അപ്പം അങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടോ? ദിസ് ഈസ് ദ പ്രാക്ടിക്കൽ വേ, ദിസ് ഈസ് ദ ടെക്നിക്കൽ വേ. ഇങ്ങനെയാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്, ഇല്ലേ? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഗുഡ്നെസ്സാണ്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ തിരിച്ചറിയണം. ദൈവം നല്ലവൻ ഒന്ന് പറഞ്ഞാൽ, ദൈവം നല്ലവൻ. എല്ലാവർക്കും ദൈവം നല്ലവനാണ്. ദുഷ്ടന് പോലും ദൈവം നല്ലവനാണ്. കാരണം നീതിമാന്മാരുടെ മേലും ദുഷ്ടൻ്റെ മേലും ദൈവം സൂര്യനെ ഉദിപ്പിക്കുകയും മഴ, വെയിൽ, കൊയ്ത്ത്, ജനറൽ ബ്ലെസ്സിങ്സ് എല്ലാം പോറൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രത്യേക ഒരു രാജ്യത്ത് നല്ലവരും ചീത്തയും എല്ലാം കാണും, രക്ഷിക്കപ്പെട്ടവരും അല്ലാത്തവരും എല്ലാം കാണും. എല്ലാവർക്കും വേണ്ടി ദൈവം സൂര്യനെ ഉദിപ്പിക്കുന്നുണ്ട്. അതല്ലാതെ രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രം അങ്ങനെയില്ലല്ലോ. ദുഷ്ടന്മാർക്കും നല്ലവർക്കും എല്ലാം ദൈവം ജനറലി തൻ്റെ നന്മകളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നോബഡി ഹാസ് എക്സ്ക്യൂസ്. ദൈവത്തിന് പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എനിക്ക് ദൈവം പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ചെയ്തിട്ടില്ലെന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത്, ഹലോ, ജീവശ്വാസി മൂക്കിലൂടെ പോയി ഇറങ്ങി വരുന്ന ശ്വാസത്തിന് പോലും ദൈവത്തിന് നന്ദി പറയട്ടെ. അതില്ലെങ്കിൽ തീർന്നില്ലേ? സോ വി ആർ സോ ഡിപ്പെൻഡബിൾ അപ്പോൺ ഗോഡ്. എന്നാൽ നമുക്ക് ദൈവം ജീവിക്കാൻ വേണ്ടി ബ്രെയിനും സാധനങ്ങളൊക്കെ തന്നങ്ങ് വിട്ടേക്കുക. പക്ഷെ നമ്മൾ തിരിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന് നന്ദി കാണിക്കണം. റോമാലേഖനം 1 അവർ ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് നന്ദി കാണിക്കാത്ത നിമിത്തം they were allowed to go into depravity. വല്ലാത്ത അധപ്പതിച്ച മാനസികാവസ്ഥയിലേക്ക് ദൈവരെ കൈവിട്ട് കളഞ്ഞു. അപ്പം ദൈവത്തിൻ്റെ, ഇങ്ങനെ തന്നെ പറയട്ടെ, ദൈവത്തിൻ്റെ ഗുഡ്നസ് സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പലതും, കുടിലാണെങ്കിലും കൊട്ടാരത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും, കിട്ടിയതിന് ഇല്ലാത്തതിനെ ഓർത്ത് പരിഭവിക്കുന്ന സ്വഭാവമാണ് പലപ്പോഴും നമുക്കുള്ളത്. ഉള്ളതിനെ ഓർത്ത് നന്ദി പറയുന്ന സ്വഭാവം നമുക്ക് കുറവാണ്. ഓക്കെ, ഇനി ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഗ്രേറ്റ്നെസ് ഓഫ് ഗോഡ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെൻ വി ലുക്ക് അറൗണ്ട് ഫ്രം ദ ഡിസ്പ്ലേ, ദ ഗ്രേറ്റ് ഡിസ്പ്ലേ ഓഫ് ഗോഡ്സ് ഹാൻഡിവർക്ക് ഓർ ക്രിയേഷൻ. ദൈവത്തിൻ്റെ മഹത്വം എങ്ങനെയാണ് മനസ്സിലാകുന്നത്? സൃഷ്ടിക്കപ്പെട്ട സകലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ റോമാലേഖനം 1 ആർക്കും പ്രതിവാദമില്ല. അവൻ സൃഷ്ടിക്കപ്പെട്ട ഇത്ര ഭയങ്കരമായ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ നേരിട്ട് പോയി കാണണമെന്നില്ല. ഇത് മാത്രം കണ്ടാൽ പോരെ. ഒരാൾ ഒരു വലിയ ശില്പം ഉണ്ടാക്കി. ശില്പം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ജീവൻ തുടിക്കുന്നൊരു ശില്പം ഉണ്ടാക്കി. ആ ശില്പത്തെ കണ്ടാൽ അറിയാം ശില്പിയുടെ കഴിവ്. അത് വെറും കൊത്തി ഉണ്ടാക്കിയതോ മോൾഡ് ചെയ്തുണ്ടാക്കിയ ഒരു ശില്പമാണെങ്കിൽ ജീവനുള്ള സകലത്തിനെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ് എത്ര വലുതാണ്. വാ, അത് അറിയാൻ ചുറ്റും നോക്കിയാൽ മാത്രം മതി. എന്നാൽ ഹോളിനെസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി ത്രൂ റെവലേഷൻ. നമ്മൾ എത്രത്തോളം ദൈവത്തോട് അടുക്കുന്നു, വെളിപ്പാട് സ്വീകരിക്കുന്നത്, അതിനനുസരിച്ചാണ് വിശുദ്ധി അറിയുന്നത്. വിശുദ്ധിയിൽ നിന്നാണ് ആരാധന ഉയരുന്നത്. ഇത് നമ്മൾ മറക്കരുത്. ഹീബ്രൂസ് 12:28 നമ്മൾ കാണുന്നത്, therefore since we are receiving a kingdom that cannot be shaken, let's be thankful and so worship God acceptably with reverence and awe. ഇളകാത്തൊരു രാജ്യം നാം പ്രാപിക്കുന്നത് കൊണ്ട് നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ലെറ്റ്സ് ബി താങ്ക്ഫുൾ ആൻഡ് സോ വി വർഷിപ്പ്. അപ്പം ഇനി വരാനിരിക്കുന്ന നന്മയെ ഓർത്തുകൂടെ നമുക്കിപ്പോഴേ നന്ദി അർപ്പിക്കാൻ കഴിയും എന്നാണ് അവിടെ പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ നാളെ ഇറങ്ങാൻ പോവുക. നാളത്തേത് മിസ്സാകരുത്. ആരിപ്പോൾ ദയവായി ചാനൽ മാറ്റരുത്, സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ ഒരുമിച്ച് ഒന്ന് ദൈവത്തിന് നന്ദി പറയാൻ പോകും. ഓക്കെ, നമ്മളിന്ന് കൈകൾ ഉയർത്തി കർത്താവിന് ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ നന്ദിയുള്ളവരും ആയിരിപ്പിൻ എന്ന കൊലോസ് ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 3:15 തോന്നുന്നു. നന്ദിയുള്ളവരും ആയിരിപ്പിൻ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാറ്റിനുമായ നന്ദി പറയുന്നു. ഈവൻ ഫോർ ദിസ് മോർണിംഗ് ഗ്ലോറി. കൊറോണ കാലത്ത് ആരംഭിച്ചെങ്കിലും ആയിരങ്ങൾക്ക്
വചനം മനസ്സിലാക്കാനും പഠിക്കാനും അങ്ങേ അറിയുവാനും ഒക്കെ ദൈവം ഇതിലൂടെ ഇടയാക്കുന്നല്ലോ. അതിനായി നന്ദി പറയുന്നു. കർത്താവേ, ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് ഔട്ടായി ബോധം പോകുന്ന ചിലർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഹാർട്ടിന് തകരാറുള്ള പലരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ ഹിപ്പ് ജോയിൻറ്റിന് പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഈ ദൈവിക രോഗസൗഖ്യം വിശ്വാസത്താലാണ് സ്വീകരിക്കേണ്ടത്. ദയവായി കൈനീട്ടി വിശ്വാസത്താൽ സ്വീകരിക്കുക. രോഗമുള്ള ഭാഗത്ത് കൈവെക്കുക. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഇൻ ജീസസ് നെയിം വലിയ വിടുതൽ കർത്താവ് കൊടുത്തതിനായി നന്ദി. ആമേൻ. ഇന്നത്തെ ഈ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ ലിങ്കുകൾ ദയവായി നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിലോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇടുക. ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക, എൻ്റെ നോട്ട്സ് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ നോട്ട്സ് എടുത്ത് ദയവായി ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ ടുമോറോ. ബൈ.